അലൈക്കും. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞാനും ഉമ്മയെല്ലാം. ഉമ്മ സമൂസക്കുള്ള മസാല ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചുമ്മാ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്ന പരിപാടി എനിക്ക് പണ്ടെന്നേ ഉള്ളതാണ് കേട്ടോ. ഉമ്മ കറി വെച്ചതാണെന്നുണ്ടെങ്കിലും എന്തൊരു സാധനം ഉമ്മ ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അത് ഞാനാ ഉണ്ടാക്കിയെന്ന് അറിയിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ. എന്നിട്ട് ആരെങ്കിലും അതൊക്കെ കറി ആരാ ആക്കിയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ തന്നെ ഉണ്ടാക്കിയത്. കാരണം അതിൽ വലിയ ഭാരമുള്ള പരിപാടി, അതായത് ഇളക്കലില്ലേ, അത് ഞാനാണല്ലോ ചെയ്യല്. അപ്പോൾ പിന്നെ ആ കറി ഞാൻ തന്നെയാണല്ലോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ ഉമ്മ മസാല എല്ലാം ഫില്ലാക്കിയിട്ട് സമൂസ ഷീറ്റ് ചുരുട്ടി തന്നീനട്ടാ. അപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും വലിയ പരിപാടി ഇത് പൊരിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം മൈദ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണ്ടായിട്ടാ. പക്ഷെ ഇപ്പം അങ്ങനൊന്നും ചെയ്യലില്ല. ഒരു 3-4 വട്ടമായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഇത് അങ്ങനെ പൊട്ടിയിട്ട് പുറത്തൊന്നും പോകുന്നില്ല. അപ്പോൾ പിന്നെ വെറുതെ എന്തിനാ കഷ്ടപ്പെട്ട് പണിയെടുക്കണേന്ന് വിചാരിച്ചിട്ട് ഇപ്പം അങ്ങനെ മൈദ ഒന്നും തേച്ച് കൊടുക്കാറില്ല കേട്ടോ. പക്ഷേ ഇപ്പം അങ്ങനെ പൊട്ടലും ഇല്ല. ആദ്യമൊക്കെ ഇങ്ങനെ കൊടുന്നിട്ട് എണ്ണയിൽ ഇടുമ്പോൾ അത് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ മസാലകളെല്ലാം ഈ എണ്ണയിൽ ഫുള്ളാണ്ടായി കേട്ടോ. ഇപ്പം എന്താണെന്നൊന്നും അറിയില്ല. ഇപ്പം ഇങ്ങനെയാ, ഒന്നും സംഭവിക്കാറില്ല. ഇട്ടുകൊടുക്കുക, അങ്ങോട്ട് കോരിയെടുക്കുക, അത്ര മാത്രം. ഈ എണ്ണക്കടിക്ക് നിൽക്കുന്ന മുന്നേ തന്നെ മീൻ കറി റെഡിയാക്കി വെച്ചിന് കേട്ടോ. അപ്പോൾ ഈ മീൻ കറീൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ എൻ്റെ മുന്നത്തെ വീഡിയോ നോക്കിയാൽ മതി. ഞാൻ അപ്ലോഡ് ചെയ്തിന് ഈ മീൻ കറീൻ്റെ റെസിപ്പി. പിന്നെ അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്പിൾ മുറിച്ചിട്ട് കട്ടപ്പാലും പഞ്ചസാരയും ഇട്ട് കൊടുത്തീന് കേട്ടാ. അപ്പോൾ നോക്കുമ്പോൾ ജ്യൂസ് കുറവേ ഉള്ളൂ. ആകെപ്പാടെ ഒരു ആപ്പിൾ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് കൊണ്ട് ജ്യൂസ് ആക്കിയപ്പോൾ അത് എവിടെ എത്താൻ തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ അനിയൻ്റെ ബുദ്ധി ഞാൻ പുറത്തെടുത്ത്. കാരണം എൻ്റെ അനിയൻ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട് അതെല്ലാം ഇട്ടിട്ട് ഒരു ജ്യൂസ് അടി ഉണ്ട് കേട്ടോ. പക്ഷെ കുടിക്കാനോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വത്തയ്ക്കും പപ്പായി എന്തൊക്കെ ഫ്രൂട്ട്സ് കയ്യിൽ കിട്ടും അതെല്ലാം ഇട്ടിട്ട് ജ്യൂസ് അടിക്കലാണ് കേട്ടോ അവൻ്റെ മെയിൻ ഹോബി. അവൻ ജ്യൂസ് അടിക്കണ കണ്ടാൽ വിചാരിക്കും ഇതൊന്നും ആരും കുടിക്കൂല എന്നുള്ളത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ.